നിത്യശാന്തി അരുളുക നീ. ശാന്തി അരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. ശാന്തി അരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം, തവ സങ്കീർത്തനഗാനം. ജെറൂസലേമിൽ നേർച്ചകളഖിലം അർപ്പിതമാകും സതതം. ഉയർത്തും യാചനയെല്ലാം നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം. ശാന്തി അരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. ശാന്തി അരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. ശാന്തി അരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരീ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ ഒരു പിടി ഓർമ്മകൾ നമുക്ക് തന്നിട്ട് കടന്നുപോയി. നിത്യസമ്മാനത്തിനായിട്ടാണ് അവർ കടന്നുപോയത്. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യകിരീടം നേടുവാൻ, ദൈവത്തിൻ്റെ അംഗീകാരം നേടുവാൻ. ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മിൽ നിന്ന് അവർ വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്. അവരെ നമുക്ക് ഈ ദിവ്യബലിയിൽ അനുസ്മരിക്കാം. അവരില്ലെങ്കിൽ നാം ഇല്ല. കാരണം അവരിലൂടെയാണ് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ ദൈവം ഉപകരണമാക്കി മാറ്റിയത്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെൻ്റ് അഗസ്റ്റിൻ്റെ അമ്മ വിശുദ്ധ മോനിക്ക ഒരിക്കൽ സെൻ്റ് അഗസ്റ്റിനോട് പറഞ്ഞു, മകനെ, നീ ദിവ്യബലി അർപ്പിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഓർക്കണം. അപ്പോൾ മരിച്ചവർ നമ്മിൽ നിന്ന് യാചിക്കുന്ന ഏക കാര്യം
നമ്മുടെ പ്രാർത്ഥനകളിൽ, ബലികളിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അവരെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ദിവ്യബലി ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. വിശുദ്ധ നിന്നെ അനുഗ്രഹിക്കട്ടെ. ജഡീക പ്രവണതകളെക്കുറിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡീക പ്രവണതകളനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡീകരായി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. സർവാധിപനാം ദൈവം മഹിമയുടരുളും തിരുവചനങ്ങൾ കേൾപ്പിൻ. ജീവനുമുയിരും ചിന്തി വിളങ്ങും തിരുവചനങ്ങൾ. അവയുടെ നാദം
ദേഷ്യത്താൽ വിറകൊള്ളുന്നു സാത്താൻ. നല്ലവരെല്ലാം ആനന്ദത്തിൻ പുളകം കൊള്ളുവോ. തിരുവചനങ്ങൾ പാകാൻ വിളവുനിലങ്ങൾ തേടി വരുന്നു ദൈവം. സ്നേഹം നിറയും മാനവഹൃദയം തേടി വരുന്നു. ജീവൻ പകരും നാദം പാപക്കറകൾ കഴുകിയകറ്റും നാദം. കേൾക്കുന്നവരെ നിർമ്മലരാക്കും ചിന്മയനാദം. ലോകമഹീശൻ വന്നു ദൈവകുമാരൻ കന്യാസുതനായി വന്നു. തിരുവചനത്താൽ മനുഷ്യനുധരമേൽ ആശ പകർന്നു. സുവിശേഷത്തിൻ ദീപം സ്നേഹമൊടുലകിൽ നാട്ടുന്നതിനായി ദൈവൻ സ്ത്രീഹന്മാരെ ദൈവിക വെളിവാൽ പൂരിതരാക്കി. നമുക്ക് ശ്രദ്ധാവൂർ നിന്ന് പരിശുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11 38 മുതൽ വാക്യങ്ങൾ. യേശു വീണ്ടും നെടുവേർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകളുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ബലിയിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ അനുസ്മരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. എത്രയോ സ്നേഹം തന്ന് നമുക്ക് വേണ്ടി ചോര നീരാക്കി വളർത്തിയ മാതാപിതാക്കന്മാർ ഒരു പിടി മണ്ണായി മാറിയിരിക്കുന്നു. പക്ഷെ അവരെല്ലാവരും നമ്മുടെ മനസ്സുകളിലുണ്ട്. അവർ നൽകിയ സ്നേഹം, അവർ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി 2-3 വാക്കുകളാണ് വചനം പറയുക. ഒന്നാമതായി വചനത്തിൽ നാം വായിക്കുന്നു, മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. വയലിലെ പുഷ്പം പോലെ അത് വിരിയും, ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകും,
അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരും. അപ്പോൾ പുൽക്കൊടി പോലെയാണ് മനുഷ്യ ജീവിതം. അത് പിന്നീട് വാടിപ്പോകുമെന്ന് വചനം പറയുകയാണ്. നമ്മുടെ വീടുകളിലെ പറമ്പുകളിലേക്ക് നോക്കുക. ഓരോ മഴയും വരുമ്പോൾ ഈ പുൽച്ചെടികൾ വളരുകയാണ്. അടുത്ത വേനൽ വന്നാൽ അത് കരിഞ്ഞ് ഇല്ലാതാകും. മനുഷ്യ ജീവിതം ഇത്രമാത്രമുള്ളൂ എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. രണ്ടാമതായി സങ്കീർത്തകൻ പറയുന്നത് മനുഷ്യ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. സ്വപ്നം നമുക്കറിയാം, അത് കടന്നു പോകുന്നത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നമുണ്ടാകുന്നു, അത് നമ്മൾ ഉണരുമ്പോൾ ഇല്ലാതാകുന്നു. അപ്പോൾ അത്രമാത്രമേ മനുഷ്യായുസ്സുള്ളൂ എന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. മൂന്നാമതായി മനുഷ്യ ജീവിതത്തെ പറ്റി സങ്കീർത്തകൻ പറയുന്നത് അത് വെള്ളത്തിലെ കുമിള പോലെയാണ്. കുമിള പെട്ടെന്ന് രൂപപ്പെടുന്നു, അത് പൊട്ടി ഇല്ലാതാകുന്നു. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ കുമിളയ്ക്ക് ആയുസ്സുള്ളൂ. എത്രയോ മരണങ്ങൾക്ക് സാക്ഷികളായവരാണ് ഞാനും നിങ്ങളുമൊക്കെ. മരണത്തിന് പ്രായമില്ല. മരണം ചെറുപ്രായത്തിൽ കടന്നു വരാം, അല്ലെങ്കിൽ ടീനേജിൽ കടന്നു വരാം, യുവത്വത്തിൽ കടന്നു വരാം, മധ്യവയസ്കർക്ക് കടന്നു വരാം, പ്രായമായിട്ടും കടന്നു വരാം. അപ്പോൾ മരണത്തിന് പ്രത്യേകം പ്രായമില്ല. ഞാൻ ഓർക്കുന്നത് എത്രയോ ക്ഷണികമാണ് മനുഷ്യജീവൻ എന്ന് ഓർക്കുകയാണ്. ഈ അൾത്താരയിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ രൂപം, ചെമ്പിച്ച മുടിയുള്ള ഒരു കൊച്ചുകുട്ടിയുടെ രൂപം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഫരീദാബാദ് രൂപതയുടെ ആരംഭത്തിൽ നമ്മുടെ അതിരൂപതയിലെ വൈദികരോടൊപ്പം 5 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ടിഗാവ് എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ സാഞ്ചോപുരം എന്ന പ്രോജക്റ്റ് നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. കിടക്കാൻ സ്ഥലമില്ല, ഭക്ഷണത്തിന് ഒന്നുമില്ല. ഇപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാൻ കൊണ്ടുവരും. സൗകര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പ്രോജക്റ്റ് വർക്കുകൾ ആരംഭിക്കുക. അപ്പോൾ ഉച്ച സമയത്ത് നോർത്ത് ഇന്ത്യൻസ് കിടക്കുന്നത് പോലെ ഒരു ആലിൻ്റെ താഴെ ഞാൻ വിശ്രമിക്കാൻ കിടക്കാറുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കിടക്കുന്ന സമയത്ത്, ഞാൻ ഭക്ഷണം കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ കഴിച്ച് കിടക്കുന്ന സമയത്ത് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒരു കൊച്ചുകുട്ടിയും, 3 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ചെമ്പിച്ച മുടിയുമായിട്ട് വരുന്നു. അപ്പോൾ ആ കൊച്ചുകുട്ടി ഓടി വന്നിട്ട് എൻ്റെ കട്ടിലിന് ചുറ്റും ഓടിക്കളിക്കുന്നത് ഞാൻ കാണുകയുണ്ട്. അങ്ങനെ ആ കട്ടിലിൽ കിടന്ന് ഞാൻ മയങ്ങാൻ ആരംഭിച്ചു. അതിന് തൊട്ട് മുൻപ് അവരുടെ മാതാപിതാക്കന്മാർക്കുള്ള ജോലി ഞാൻ അസൈൻ ചെയ്തു. അപ്പോൾ മാതാപിതാക്കന്മാർ ആന്ധ്രയിൽ നിന്ന് വന്നവരാണ്, ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കൊച്ചുകുട്ടി നടന്ന് കളിച്ച് അവനൊരു ചെളിക്കുഴിയിലേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ അലർച്ചയും നിലവിളിയും കേട്ട് ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ ഈ ചെളിക്കുഴിയിൽ നിന്ന് 10 മിനിറ്റ് മുമ്പ് ജീവനോടെ ഞാൻ കണ്ട ആ ആൺകുട്ടിയെ മാതാപിതാക്കന്മാർ പൊക്കിയെടുക്കുകയാണ്. എനിക്കാകെ പ്രയാസമായി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ നാടല്ല. കുട്ടിയുടെ ബോഡി ഞങ്ങൾ ജീപ്പിലിട്ടിട്ട് വേഗം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഒരു ഡോക്ടറോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടി മരിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു, പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. അവരുടെ മാതാപിതാക്കന്മാർ മരണം നേരിൽ കണ്ടതാണല്ലോ. അപ്പോൾ കുട്ടിയെ അവരുടെ ആചാരമനുസരിച്ച് യമുനയുടെ തീരത്തടക്കണം. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ മുറ്റത്ത് ഈ കൊച്ചുകുട്ടിയുടെ ബോഡി, ഡെഡ് ബോഡി ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ച് അവരുടെ എന്തോ പ്രാർത്ഥനകൾ ചൊല്ലി യമുനയുടെ തീരത്തേക്ക് മണ്ണ് മാന്തി ആ കുട്ടിയെ അടക്കിയത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ 3 വയസ്സുള്ള ആൺകുട്ടി, അവൻ നടന്നു വരുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട്
ജീവിക്കുന്ന ആ കുട്ടി അവൻ്റെ ശരീരം ഡെഡ് ബോഡിയായി മാറുകയാണ്. ഇത്ര മാത്രമുള്ളൂ മനുഷ്യൻ. നമ്മളൊക്കെ ചിന്തിക്കും, ഈഗോ വളർന്നിട്ട് ഞാൻ എന്തോ ആണ്. ഒന്നുമല്ല. അതുകൊണ്ട് ആ സങ്കീർത്തകൻ പറയുന്നത് മനുഷ്യനൊരു ശ്വാസമാണ്. അപ്പോൾ ദൈവം നൽകിയ ആ ശ്വാസം അത് ദൈവം ഒരിക്കൽ തിരികെ എടുക്കും. അതാണ് നമ്മുടെ മരണം. അപ്പോൾ നാം നിത്യതയിൽ ചെന്ന് ലയിക്കും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും. അപ്പോൾ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തു. ആ മണ്ണിലേക്ക് നമ്മൾ പിന്തിരിയേണ്ടവരാണ്. നമ്മൾ ഒരു പിടി മണ്ണായി മാറേണ്ടവരാണ്. ഞാൻ ഏറെ വിഷമത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അപ്പനുമായിട്ട് വലിയ ബന്ധമുണ്ടായി. 10ൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നു, അപ്പൻ എനിക്ക് വായിൽ വെച്ച് ചോറ് തരുമായിരുന്നു. ചിലപ്പോൾ കൊന്തയുടെ സമയത്തൊക്കെ ഉറങ്ങിപ്പോയാൽ ഞാൻ കണ്ണു തുറക്കുമ്പോൾ അപ്പൻ്റെ മടിയിലായിരിക്കും ചോറൊക്കെ വെച്ച് തരും. അതുപോലെ 9ലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കും, ഇങ്ങനെ ക്ഷീണമുണ്ടോ, പനിയൊക്കെ ആയിട്ട്? ഞാൻ എടുക്കാം. അപ്പോൾ ഞാൻ പറയും, ചെറിയ ക്ഷീണമുണ്ട്. അപ്പൻ എടുത്തുകൊണ്ടു. അപ്പോൾ അത്രമാത്രം വാത്സല്യം, സ്നേഹം ചെറുപ്രായത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പനൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞു. അപ്പോൾ എനിക്ക് വലിയൊരു ക്യൂരിയോസിറ്റി, അപ്പൻ്റെ കബറിടം തുറക്കുമ്പോൾ, കല്ലറ തുറക്കുമ്പോൾ ആ അവശിഷ്ടങ്ങളൊന്ന് കാണണം. അപ്പോൾ ഞാൻ അവിടുത്തെ വികാരിയച്ഛനോടും കുഴിവെട്ടുകാരനോടുമൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ അടുത്ത ആൾ മരിക്കുന്ന സമയത്ത് അവർ എന്നെ വിളിച്ചറിയിച്ചു, കുഴി തുറക്കുകയാണ്, അച്ഛൻ വരണം. അപ്പോൾ കാലത്ത് കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ കാറെടുത്ത് 100 കിടങ്ങൂരിലെ സെമിത്തേരിയിലെത്തുകയാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ മെസ്സേജ് ഒന്നും കൊടുത്തില്ല. പക്ഷേ അവരും അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴി തുറക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒപ്പീസ് ചെല്ലാം. അങ്ങനെ ഒപ്പീസ് ചൊല്ലി കുഴി മാന്തി. അപ്പോൾ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ പുറത്തെടുക്കുക. തലയോട്ടിയും കൈകാലുകളും വാരിയെല്ലും എല്ലാം കണ്ടപ്പോൾ ഞങ്ങളെല്ലാം നിശബ്ദരായി മാറി. ഒരനുജൻ കരയാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ആ സമയത്ത് കുടിവെട്ടുകാരൻ ചോദിച്ചു, എന്തെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അച്ഛന് വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മരിച്ചാൽ മണ്ണിനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്നും വേണ്ട. അപ്പൻ അന്തിമയാത്രയ്ക്ക് ഉപയോഗിച്ച ആ കുരിശ് എനിക്ക് വേണം. അപ്പൻ അന്തിമയാത്രയ്ക്ക് ഉപയോഗിച്ച ആ കൊന്തകൾ എനിക്ക് വേണം. അങ്ങനെ ആ കൊന്ത കഴുകി പെർഫ്യൂമൊക്കെ അടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കും അതിൻ്റെ വീതം വേണം. അങ്ങനെ 3-4 മണികളായിട്ട് എല്ലാവർക്കും ഞാൻ വേർതിരിച്ചു കൊടുത്തത് ഓർക്കുക. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ആ അസ്ഥികൾ കണ്ടപ്പോൾ വലിയ പ്രയാസമായി. ഒരു മനുഷ്യൻ്റെ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കൂടിൽ വയ്ക്കാവുന്ന അസ്ഥികൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം അസ്ഥികളൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിച്ചാക്കിൽ വെക്കാനായിട്ടുള്ള അസ്ഥികളുള്ളൂ. അപ്പോൾ ആ അസ്ഥികൾ കണ്ടപ്പോൾ അപ്പൻ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ ഒരു കവിത ഓർക്കുകയുണ്ടായി. ഒരിക്കലേ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം വിസമ്മതിക്കണം, ഒന്നുമേ ഫലപ്പെടാം. ഒരിക്കലും വന്നിടാത്ത യാത്രതാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. സമർത്ഥനായ സീസറും പ്രമുഖനായ കൈസറും സമൃദ്ധിയേറ്റ സോളമൻ ആദിയായ വിജ്ഞരും. ഇങ്ങനെ ഈ കവിത നീണ്ടുപോവുകയാണ്. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു പോകേണ്ടവരാണ് നാം. ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. ഇന്നേ ദിവസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ചിന്ത അതാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെ ഒരു ദിനം ഈ ലോകത്തിൽ നിന്ന് ഒന്നുമില്ലാതെ കടന്നു പോകേണ്ടവരാണ് നാം എല്ലാവരും. ഈ ലോകത്തിൽ നാം നേടിയതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒന്നുമില്ലാതെ നാം കടന്നു പോകും.
ഇന്നത്തെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു പ്രത്യാശ തരുന്ന ഒരു വാക്യം പറയുന്നുണ്ട്. ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ജീവനാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലാസറിനെ ഉയർപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ ലാസർ, അവൻ്റെ ശരീരം അഴുകി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ മൃതദേഹത്തിൻ്റെ മുൻവശത്ത്, കബറിടത്തിൻ്റെ മുൻവശത്ത് വന്ന് നിന്നിട്ട് കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾ ഇൻഡിക്കേറ്റീവ്, ക്രിയേറ്റീവാണ്. സൂചിപ്പിക്കാനായിട്ടുള്ള ശക്തിയുണ്ട്. ലാസറേ എന്ന് പറയുമ്പോൾ ലാസർ എഴുന്നേൽക്കുക, യുവാവേ എന്ന് പറയുമ്പോൾ യുവാവ് എഴുന്നേൽക്കുക, സക്കേവൂസേ താഴെ ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ സക്കേവൂസ് താഴെ ഇറങ്ങി വരികയാണ്. എനിക്കും നിങ്ങൾക്കുമുള്ള ഏകശക്തി ഈ ഇൻഡിക്കേറ്റീവ് പവറാണ്, സൂചിപ്പിക്കാനായിട്ടുള്ള ശക്തിയാണ്. എന്നാൽ നമുക്കില്ലാത്തൊരു ശക്തിയുണ്ട്, ദൈവത്തിന് മാത്രമുള്ള ശക്തി, അത് ക്രിയേറ്റീവ് പവറാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് എല്ലാം ഉണ്ടാവുകയാണ്. തളർവാദ രോഗിയുടെ കൈക്ക് പിടിച്ചവിടെ നിന്ന് നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവന് സൗഖ്യമുണ്ടാവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളുടെ പ്രത്യേകത, അതിന് ഇൻഡിക്കേറ്റീവ് പവറുണ്ട്, ക്രിയേറ്റീവ് പവറുണ്ട്. നമ്മുടെ സുവിശേഷത്തിലുടനീളം ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് ഇൻഡിക്കേറ്റീവ് പവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദൈവമാണ് ലാസറിൻ്റെ കബറിടത്തിൽ വന്ന് പറയുന്നത്, ലാസറേ എഴുന്നേൽക്കുക. അവൻ ജീവനുള്ളവനായി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ജീവനാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈ വാക്കുകളിൽ നമുക്ക് പ്രത്യാശഭരിതരാകാൻ സാധിക്കട്ടെ. നമ്മുടെ വലിയ ഉപ്പേസിൽ നമ്മൾ പാടുന്ന മൃതസംസ്കാരത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അപ്പോൾ സൽകൃത്യങ്ങൾ മരണശേഷം നമ്മെ പിന്തുടരുന്ന ഏക കാര്യമാണ്. അപ്പോൾ ഈ ജീവിതം നന്മയുള്ളതാക്കി മാറ്റാൻ സാധിക്കട്ടെ. യേശുവിൽ നമുക്ക് പ്രത്യാശയോടെ മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്നപേക്ഷിക്കാം. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാവത്തിൽ ചേർക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥാനത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യശ്വാസം അരുളി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മിശായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിപ്പിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശായുടെ ഉയർപ്പത്തെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ അങ്ങ് മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറകടിയെ കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുകയും ചെയ്യട്ടെ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാ ഈശോ വഴിയാ
കൈക്കൊള്ളണമേ ദിവ്യബലി. ഓർമ്മയെ ചുരുക്കുവാൻ തന്റെ കൃപയാൽ ഞങ്ങളെയൊന്നായി നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും നാദരവാ. ദിവ്യഗണത്താൽ മർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. താതനുമതുപോൽ ആത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൂസേപ്പിനെയും സാദരമൂർത്തിയിട പാവനം ഈ ബലിയിൽ ആദിയിലെ പോൽ എന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമീൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിട നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതർ ആയിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ ജീവിതം വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ
എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഏതാനും തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മുടെ കൂടെ. സകല സ്വർഗവാസികളോട് ചേർന്ന്, സകല ഭൂവാസികളോട് ചേർന്ന്, സകല മാലാഖമാരോട് ചേർന്ന്, ക്രോവ്യന്മാരോട് ചേർന്ന്, ശ്രാപ്യന്മാരോട് ചേർന്ന്, മുഖ്യദൂതന്മാരോട് ചേർന്ന്, അഗ്നിമയന്മാരോട് ചേർന്ന്, സകല സൃഷ്ടിജാലങ്ങളോട് ചേർന്ന്, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സകല മരിച്ച വിശ്വാസികളോട് ചേർന്ന്, അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേക്ക് ആരാധന സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, ബലവാനാം ദൈവം പരിശുദ്ധൻ. നാഥാ നിൻ കീർത്തനഗീതികളാൽ നിറയുന്നു വിണ്ണും ഭൂതലവും. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടാം. ഹോശാന, 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 ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായി ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. നിങ്ങളെല്ലാവരും
ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. തേടിയണഞ്ഞവരെ മുക്തി പകർന്നവരെ താരയിൽ ഞങ്ങളോർക്കുന്നു. കുരിശും നിൻ മരണവും ഉത്ഥാനവും കുരിശിലെയാകം നീ കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം പൊറുക്കേണമേ. സ്വർഗീയ വാതിൽ തുറക്കേണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർലിയോ പാപ്പായ്ക്ക് വേണ്ടിയും റാഫേൽ പിതാവിനും ജോസഫ് പിതാവിനും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായി പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അഖിലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിസ്തവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ
ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാഥ പൂജിതമാം നാമത്തിനു നിത്യം സ്തുതിയും കീർത്തനവും നന്ദിയുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പം പിന്നിൽ നിന്നോളിൽ വന്നു, ദൈവത്തിൻ നിത്യകുമാരൻ ഭർത്യർക്കു ഭോജ്യമായി തീർന്നു. സ്നേഹമാർന്നീ ദിവ്യ ഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷൻ്റെ അമൂല്യമായ ശക്തിയുടെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദങ്ങളോട് സമീപിക്കാം. അനുഭവത്തിൽ നിന്നുള്ള ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിസ്തരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധികർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, വരുവിൻ, ദേവപുത്ര ശേഖരം സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
ദേഹമെന്നൂരാ വസ്ത്രമൂരിഞ്ഞ ആരടി മണ്ണിലാഴവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്തു കർത്താവിനോടു ചോദിച്ചു ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എല്ലാത്തിലുമേ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോട് തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നോപ്പമുണർന്നിടാം. കരയുന്നു നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാൻ ചെന്നിടാം. പരിഷ്ഠാനം വാർത്താൽ സ്ത്രഹവും പരിഷ്ഠവും ജായകവും ദീകവുമായ ഈ ദേശങ്ങളെ സമീപിച്ച് വെയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യവിടം എല്ലാവർക്കും ഇവിടെ അഥവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെ നാഥായ നയിക്കും. സഹനം വഴിയായി സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥ, രാജമഹേശ ദൈവകുമാര, വിനയമൊടങ്ങി വന്ദിക്കുന്നു. പരമോന്നതമാ ഉത്ഥാനത്താൽ വിജയകിരീടം ചൂടിയ നാഥ, മർത്യകുലത്തിൻ രക്ഷകനീശോ, സാദരമങ്ങേ വാഴ്ത്തിയിടുന്നു. തിന്മകളെല്ലാം നീക്കി ജഗത്തിൽ നിർമ്മല കിരണം വീശിയ നാഥ, അന്തിമ
വാസം മഹിമയോടങ്ങേ സന്നിധി ചണയാൻ വരമരുളീണം. ഈ ദിനം ഏറ്റവും ഭംഗിയായ ദിനമാക്കി മാറ്റാൻ, പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാക്കി മാറ്റാൻ കഴിഞ്ഞ നവംബർ മുതൽ ഈ നവംബർ വരെ മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങൾ അതിനുവേണ്ടി ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ഇന്നത്തെ ദിവസം തിരുക്കർമ്മങ്ങൾക്ക് നമ്മെ സഹായിക്കുന്ന ഗായിക സംഘം, അതുപോലെ തന്നെ കപ്പ്യാർ, അതുപോലെ ഈ ദിവസങ്ങളിൽ സെമിത്തേരി അലങ്കരിച്ചവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വലിയ ഉപ്പേസിൻ്റെ 2 പാദങ്ങൾ നമ്മൾ ധ്യാനാത്മകമായി ഇവിടെ പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ പറയുമ്പോൾ 3-ാം ഭാഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി നമ്മൾ സെമിത്തേരിയിലേക്ക് പോകും. അപ്പോൾ സെമിത്തേരിയിൽ ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരും ആദ്യം തിരികൾ കത്തിക്കരുത്. നവംബർ 2-ാം തീയതി എന്നെ തിരികൾ കത്തിച്ച് തുണിക്ക് കത്ത് പിടിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത് ആരും തിരികൾ കത്തിക്കരുത്. അതിന് ശേഷം നിങ്ങൾ ഖബറിടങ്ങളിൽ തിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇവിടുത്തെ സ്നേഹവിരുന്നിന് വരുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സമാപന ആശീർവാദത്തിനായി ഒരുങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായി ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയമായ നാമത്തിനെപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മെസ്സിഹായേ, അമർത്യതയുടെ ഔഷധമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെ നാഥായ നീക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവൊടു കൈക്കൊണ്ടരുളണമേ. ആബേൽ, നോഹയും അബ്രാഹം യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നിതുപോലെ ബലിയും കൃപയൊടു തൃക്കൺ പാർക്കണമേ. ഏലിയ, നിവ്യ ശ്ലീഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണമീ ബലിയിൽ. കർത്താവേ, നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിൻ ദാസരെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശും മഹിമയെഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയുടിവരിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും
കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്തുതി. ഞങ്ങൾ സ്വീകരിക്കുന്ന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ബോധവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിൻ്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ തൃത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടെ ആവരുതേ. മരിച്ചുറപ്പിക്കുന്നവനെ അങ്ങയുടെ നാമത്തെ സ്തുതി. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടെയാവരുതേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺ പാർത്ത് എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടെ ആകരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഇരുന്ന് നമുക്ക് പാട്ടിൽ പങ്കെടുക്കാം. നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും? എവിടെ ഒളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ. കരയും കടലും നിറയുന്നോനേ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ അറിയുന്നു. പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായെങ്കിൽ നരകണമാകെ നശിക്കുന്നു. നാഥാ, നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെൻ്റെ മേൽ നീ കൈകൾ വച്ചു. ആദിയിൽ അലിവോടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥാ, നിന്റെ അനുഗ്രഹപൂരം
വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭനിൽപ്പൂ കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവിടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഒഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം ഭർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരരക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളീണം. നീതിമാനും സത്യമുള്ളവനും യോനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോട് ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൽ നാഥൻ പൊറുതി നമുക്കും നൽകും നൂനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും അത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഖന്നനിയായും കൂട്ടരുമെന്നിരുതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലെന്നാൾ സിംഹഗണത്തിൻ വായുകൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ നീ അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനടച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേ നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ എന്നോടുകൂടെ പറുദീസാലായിരിക്കുമെന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമർത്ഥമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ.
ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായേ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ. കെട്ടുനടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർത്തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീ താനവലംബം. മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ തൃത്വത്തിൻ്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ, അങ്ങയുടെ നാമത്തിന് സ്തുതി. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. നിത്യമായി നീ എന്നെ മറന്നുകളയുമോ? എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നു നിൽക്കും. എൻ്റെ ദൈവമായി കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. മരണനിദ്രയിൽ നിബന്ധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഒപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹസമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായി മിശിഹായേ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോട് കൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായി നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമോദി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങളെ അവൻ സുഖമാക്കും. നാശത്തിൽ നീതാദാവിൻ സുതരെ ഉയർത്തിയ തിരുസൂനോ. ജീവനെനിക്കു പകർന്നുവനം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ച എന്നെ രക്ഷിച്ചു. മർത്യഗണത്തിനു മൃത്യുവിൽ നിൻ അരിയ വിമോചനമരുളിയിടാൻ തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പാവനമാകും കുരിശിലയിൽ അഭയം തേടുന്നവരെല്ലാം
അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിൻ ഉടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിയിടാം. പുനരുത്ഥാനം നൽകുന്നു ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരില്ല. നിന്നുടെ യാഗമദിനവും തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളിച്ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ, നിൻവിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന ഞാൻ നിരസിച്ചു, ആദിപിതാവാദത്തിൻ പാപം മൂലം ഭൂലോകം മൃതിയുടെ പിടിയിലമർന്നഴലിൽ നടുവിൽ താണു നരവംശം. ദൈവമേ, നീ സ്തുത്യർഹനാകുന്നു. മിശിഹ രണ്ടാമാദമേതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാഥാപാപികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനോടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കും ആമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥ ഞങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നെന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപപങ്കിലമായ ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടുകൂടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് അനയിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. യുവറാജിന്റെ പുത്രി ഉയർപ്പിച്ച അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല.
യാത്രക്കാരാ മുന്നിലിതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ, ജടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമിൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ, ജടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. വലിയ ഒപ്പീസിൻ്റെ 3-ാം ഭാഗം സെമിത്തേരിയിലാണ് നടക്കുന്നത്. നമുക്ക് നിരയായി സെമിത്തേരിയിലേക്ക് പാട്ടുകൾ പാടി നീങ്ങാം. അന്തിമ ദിവസമടുക്കുമ്പോൾ അമ്പരമിളകി വിറയ്ക്കുമ്പോൾ വെളിവിൻ കതിരുകൾ മഞ്ഞടിയും കരിനിഴൽ തിങ്ങി വളർന്നുയരും. പൊലിയുന്നു പനിമതിരുളിൽ താഴുന്നു, താരകൾ വീണു നുറുങ്ങുന്നു, പാരിടമൊന്നായി